ആരും ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞു തരാനോ ഇതാക്കാനോ ഒന്നുമല്ല. ഒക്കെ തന്നെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് എന്നെ സഹായിച്ച ഒരാളുടെ കഥയാണ്. അങ്ങനെ വലുതായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കൊരു എഫേർട്ട് ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഞാനായാലും ചിഞ്ചുവായാലും നമുക്ക് ഏതെങ്കിലും ഒരാൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും രണ്ടാളും ഒരുമിച്ചേ പോകും. ഇപ്പോൾ എവിടെയാണേലും രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് പോക്ക്. എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഓൾ ഒരു ഓക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാനും പോകും. അപ്പോൾ ഇന്ന് ഓക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് പോയത്. പോകുമ്പോൾ നമുക്ക് നമ്മളെ ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷിലിത്ത് തന്നെ, ഓറാ നമ്മളെ കൊണ്ടാക്കി തന്നെ. പോകുമ്പോൾ ഓറ് വന്നുകൊണ്ട് നമുക്കങ്ങനെ മെട്രോ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞാനാണ് എണീച്ചാട് ഇറങ്ങി ഓടിയതാണ്. അപ്പം ഞാൻ പേഴ്സും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം പോകുമ്പോൾ മെട്രോ കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പം അതേപോലെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് ചിഞ്ചുവിന് അവിടെ ഉച്ചവരെ എന്തോ അവർ മീൻസ് ഇങ്ങനെ എസ്റ്റിമേഷൻ്റെ പോസ്റ്റാണ്. അപ്പോൾ അവർക്കത് അറിയത്തില്ല. അപ്പോൾ അവർ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ട് അവരോട് ഉച്ചവരെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് വന്നോന്നും പറഞ്ഞു. ഞാനവിടെ ഇതിന് ഉച്ചവരെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വരാമെന്ന് വെച്ച് അങ്ങനെ വരാൻ ഇറങ്ങിയപ്പം ഷിലിത്തേട്ടൻ അതുവരെ വെയിറ്റ് ചെയ്തത്. ഞാൻ പുള്ളിനോട് ഞാൻ പൊയ്ക്കോളാം ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ ഞാൻ പുള്ളിനെ പറഞ്ഞയച്ച്. പക്ഷേങ്കിൽ അങ്ങനെയൊന്നും മനസ്സിലായി. എനിക്കിവിടെ വന്ന സമയത്ത് ഒരു മെട്രോ കാർഡ് ഉണ്ടായിട്ടു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ മെട്രോയിൽ എത്തിയാൽ തിരിച്ചാണ് ഞാൻ മെട്രോ കാർഡ് എടുത്തിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മെട്രോ കാർഡ് പിന്നെയും എടുക്കുക ചെയ്ത്. പക്ഷേ ആ മെട്രോ കാർഡിൽ ഞാൻ അങ്ങനെ അധികം റീചാർജ് ചെയ്യാത്തതുകൊണ്ട് അതിൽ അങ്ങനെ പൈസ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഇപ്പം ചിഞ്ചു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റക്കായിരുന്നു ബസ് സ്റ്റോപ്പിൽ. അങ്ങനെ ബസ് കയറാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിൽ വന്നായിരുന്നു. അതായത് ഞാൻ പേഴ്സിൽ നോക്കുമ്പം 2 മെട്രോ കാർഡില്ല, ഒറ്റ മെട്രോ കാർഡ് മാത്രം. മറ്റേ മെട്രോ കാർഡിലാണ് ഞാൻ റീചാർജ് ചെയ്യലും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെട്രോ കാർഡ് വെറുതെ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം മെട്രോ കാർഡിൽ പൈസ ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ മെട്രോ കാർഡ് രണ്ടും കൽപ്പിച്ചാൽ ഞാൻ ബസ് കയറി. എന്തായാലും മെട്രോ കാർഡ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം, അഥവാ പൈസ ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി നടക്കാൻ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി ഞാൻ സ്വൈപ്പ് ചെയ്തപ്പോൾ വോളിയം 2 ലോ എന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും എന്നാൽ പിന്നെ ഇറങ്ങി നടക്കാം. അപ്പം പുള്ളി ഞാൻ ചോദിച്ചു പുള്ളീൻ്റെ അടുത്ത്, അതായത് ചില ബസ്സുകളിൽ ഈ പൈസ എടുക്കും. ഞാൻ ചോദിച്ചു നിങ്ങൾ പൈസ എടുക്കുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു നോ, പൈസ എടുക്കാൻ പറ്റത്തില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ ഓക്കെ. അപ്പോൾ പുള്ളി പിന്നൊന്നും പറഞ്ഞില്ല. എന്നിട്ടപ്പം ഞാൻ ഇറങ്ങാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞു നോ ഗെറ്റിൻ യു ക്യാൻ റീചാർജ് വിത്ത് റഷീദിയ എന്ന് പറഞ്ഞു. അപ്പം റഷീദിയ സിവിൽ ഡിഫൻസ് അങ്ങനെ എന്തോ സ്ഥലത്ത് ഇതിൻ്റെ റീചാർജ് ചെയ്യേണ്ട ഇതുണ്ട്. അപ്പോൾ ആ സംഭവം എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ ആ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് കയറിക്കോളൂ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ എന്നിട്ട് ഞാൻ അവിടെ കയറിയിരുന്നു. പുള്ളിക്ക് എന്നോട് വേണമെങ്കിൽ ഓക്കെ ഗെറ്റ് ഔട്ട് ആ ഒരു രീതിയിൽ പറയാം. മീൻസ് പുള്ളിക്കത് ഇതെടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു നീ കയറിക്കോ, നീ അവിടെ എത്തിയിട്ട് റീചാർജ് ചെയ്തിട്ട് ടാപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നോട് കയറാൻ പറഞ്ഞു. ഞാൻ കയറി. അത് കഴിഞ്ഞ് അവിടെ റഷീദിയയിലെത്തി. ഞാൻ എൻ്റെ കാർഡ് വെച്ച്, പക്ഷേ ഈ കാർഡ് അങ്ങനെ ഇടയ്ക്കൊന്നും ഇതാവുന്നില്ല. അവിടെയാണേലും മീൻസ് ഈ പൈസ മാത്രമേ എടുക്കത്തുള്ളൂ. ഈ കാർഡ് ടാപ്പ് ചെയ്യുന്ന സംഭവം അവിടെ ഇല്ല. അതായത് ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്യുന്ന സംഭവം അവിടെ ഇല്ല. നമ്മളെ കയ്യിലാണെങ്കിൽ കാർഡാണ് ഉള്ളത്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു 5 ദിർഹംസ് എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു. പിന്നെ ഒരു 5 ദിർഹംസ് എൻ്റെ കാർഡിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മറ്റേ നോൾ കാർഡേ അവിടെ ഇൻസേർട്ട് ആവുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ പുള്ളീനോട് പൊക്കോ എൻ്റെ ഇത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആ ബസ് അവിടെ നിർത്തിയിട്ടിട്ട് പുള്ളി ഇറങ്ങി വന്നിട്ട് ഓറാന്ന് എനിക്ക് ഇത് റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് 5 ഉറുപ്പ്യ ഉള്ളൂ. ഓറോന് 5 ഉറുപ്പ്യക്ക് മതി, നിൻ്റെ കയ്യിൽ 5 ഉറുപ്പ്യ ഉണ്ടല്ലോ, അപ്പം അത് ഓക്കെ ആയിക്കോളൂ, 10 ഉറുപ്പ്യ ആവുന്നു. അങ്ങനെ പുള്ളിയാണ് എനിക്കത് റീചാർജ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് തന്നത്. എന്നിട്ടും പുള്ളി ആ ഒരു ബസ് വരെ അവിടെ നിർത്തി പുള്ളി എൻ്റെ പുറം വന്ന് ആ സമയത്താണ് ഈ പുള്ളി മലയാളം എന്നോട് സംസാരിച്ചത്. അത് റീചാർജ് ചെയ്യാൻ കയറിയ സമയത്താണ് ഈ പുള്ളി പറഞ്ഞത് കുഴപ്പമില്ല നീ 5 ഉറുപ്പ്യ ഇട്ടാൽ മതി, 5 ഉറുപ്പ്യ ഓൾറെഡി അക്കൗണ്ടിലുണ്ടല്ലോ എന്നാണ്. ആ സമയത്ത് തന്നെ വേറൊരു മലയാളിയും കൂടി അവിടെ വന്നു. ഞാനാകെ അത് തവരെ നമ്മളങ്ങനെ മലയാളിയാണെന്നൊന്നും സംസാരിച്ചില്ല. പക്ഷേ ഈ പുള്ളിയ ഇതിൽ നമ്മൾ മറ്റേ പാട്ടിട്ടേ നമ്മൾ മറ്റേ 2 കൺട്രി സീനിൽ മറ്റേ അയല പൊരിച്ചതുണ്ട് സീന് പോലെയാണ്. അതായത് ഈ പുള്ളി ആ ബസ് ഞാൻ കയറിയപ്പോൾ തന്നെ ഈ പുള്ളി പാട്ടിട്ട് മറ്റേ വൈശാഖ സന്ധ്യ പാട്ടിട്ട്. പക്ഷെ അന്നേരം തന്നെ ഞാൻ ചോദിക്കണമെന്ന് വെച്ചിന് മലയാളിന്ന്. പിന്നെ പുള്ളീനെ ഡ്യൂട്ടീൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാണ്ടിരുന്നു.
പിന്നെ ഞാൻ നോൾക്കാടിൻ്റെ പ്രശ്നം വന്നപ്പോൾ അന്ന് പുള്ളി വന്ന് എന്നോട് സംസാരിച്ച് എന്തോ ഒരു ഭയങ്കര മീൻസ് എന്ന് വെച്ചാൽ അവറോ ഡ്യൂട്ടി ടൈമാണത്. പുള്ളിക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. എന്നെ എവിടെയാണെന്നോ അവർക്ക് അവിടെ വിടാം, അല്ലെങ്കിൽ ഈ റീചാർജ് ചെയ്യുന്ന അവിടെ വിടാം, എന്നെ എൻ്റെ പാട്ടിന് വിട്ടാൽ പറ്റും. പക്ഷെ പുള്ളി അവിടുന്ന് ഇറങ്ങി വന്ന് പുള്ളി ആ ബസ് അവിടെ ഞാൻ കുറച്ച് നേരം അവിടെ വന്ന് വരെ പുള്ളി അവിടെ നിന്ന്, എന്നിട്ട് പിന്നെ പുള്ളി ഇറങ്ങി വന്നിട്ട് എൻ്റെ കാർഡ് കറക്റ്റ് ചെയ്ത് അതിൽ പൈസ ഇട്ട് എന്നിട്ടാണ്, മീൻസ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ആ 5 ദിർഹംസ് അതിനകത്ത് ഇട്ട് എന്നിട്ടാണ് പുള്ളി കയറിപ്പോയി. ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് ആ കാര്യത്തിൽ. എന്തോ അതായത് നാട്ടിൽ നിന്ന് മീൻസ് നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മളെ പൈസ എന്ന് പറഞ്ഞത് വേറെ ഇതിലായിരിക്കും. അതായത് കാർഡിലുണ്ടായേ കയ്യിൽ അങ്ങനെ ഇല്ല. നാട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ നമ്മൾ ഈ ജിപേ എല്ലാം വന്നതിന് ശേഷം നമ്മളങ്ങനെ കയ്യിലങ്ങനെ പൈസ വെക്കാറില്ല. എൻ്റെ എല്ലാം പൈസ ഫുള്ള് ജിപേയില്ല. അതായത് സാലറി വരുന്നത് അക്കൗണ്ടിൽ കയറും, അത് നേരെ അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പിന്നെ ഫുള്ള് പേയ്മെൻറ്റ് ജിപേയിലല്ലേ, അതുകൊണ്ട് എൻ്റെ അങ്ങനെ കയ്യിൽ പൈസ വരുന്നത് ഭയങ്കര കുറവാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊല്ലത്തുനിന്ന് സൈറ്റിൽ നിന്ന് വന്നിട്ട് രാത്രിയാണ് ഞാൻ ഒരു ദിവസം ഒരു KSRTC കയറി. അപ്പം എൻ്റെ കയ്യിൽ എത്രയോ പൈസ ഉണ്ടായിരുന്നു. എനിക്കൊരു 2 സ്റ്റോപ്പ് അപ്പുറമായിരുന്നു ഇറങ്ങുന്നത്. അപ്പം 3 റുപ്യേൻ്റെ കുറവ് എന്നിട്ട് അതിലെ കണ്ടക്ടർ എന്നോട് ഇറങ്ങിക്കൊള്ളാം. ഞാനിങ്ങനെ മീൻസ് അതിലൊരു പ്രശ്നമില്ല, കാരണം അത് അവരുടെ ജോലിയാണ്. ഉള്ളിൻ്റെ ജോലി എന്ന് വെച്ചാൽ പൈസ എടുക്കില്ല. പക്ഷെ അവിടെ നിന്ന് തന്നെ ഇറക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മൈൻഡിലൂടെ അതാണ്. അതായത് മീൻസ് ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാലോ. അതായത് ഞാൻ ഒരിക്കലും KSRTC കണ്ടക്ടറെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം അയാളെ ജോലി അതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ ഒരു പ്രശ്നമില്ലാതെ തന്നെ ഞാൻ അപ്പം തന്നെ ഇറങ്ങിയായിരുന്നു. പുള്ളി അവിടെ നിന്ന് തന്നെ ഇറക്കിയിട്ട് അപ്പം തന്നെ ഞാൻ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കറിയാം, മീൻസ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് പുള്ളിൻ്റെ അടുത്ത് ആദ്യമേ ഞാൻ നോട്ടീസേ ചെയ്തില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് പോക്കറ്റിലൊരു 5 ദിർഹംസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അല്ലേ എന്താ അറിയത്തില്ല, ഞാൻ അവിടെ നിന്ന് നടക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നായിരുന്നു. പക്ഷെ പുള്ളി എത്ര എഫേർട്ട് ഇട്ടിട്ട് പുള്ളി വന്ന് എൻ്റെ കാർഡ് ടാപ്പ് ചെയ്ത് ഇതിങ്ങനെ ചെയ്ത് തന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പുള്ളിനോട് ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഇത്രയും വെയിലുള്ള സമയത്ത് അല്ല എവിടെ നിന്ന് നടക്കേണ്ടി വന്നാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം അവരവരെ ജോലി മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര താങ്ക്ഫുള്ളാണ് പുള്ളീനോട്. ഞാൻ എപ്പോൾ ഓർക്കും, മീൻസ് ഞാൻ എന്തെങ്കിലും ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ എപ്പോൾ ഓർക്കും. അതുകൊണ്ട് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് പുള്ളീൻ്റെ അടുത്ത്. ഞാൻ പുള്ളീൻ്റെ വീഡിയോ ഇതിൻ്റെ ആദ്യം അറ്റാച്ച് ചെയ്യാൻ ഫേസ് അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ശരി, ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു.